ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന് ശേഷം ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ട് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനേയി പൊതുജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്ന ദൃശ്യങ്ങൾ ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷൻ പുറത്തുവിട്ടു. ഇറാൻ ജനതയ്ക്ക് ആത്മവിശ്വാസം പകരുന്ന പ്രസംഗമാണ് ഖമനേയി നടത്തിയത്. മോസ്കോയിൽ വിശ്വാസികളെ അഭിവാദ്യം ചെയ്യുന്ന ആയത്തുള്ള ഖമനേയിയുടെ ദൃശ്യങ്ങളാണ് ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷൻ പുറത്തുവിട്ടത്. ഷിയ ഇസ്ലാമിലെ പുണ്യദിനമായ ആഷുറയുടെ തലേന്നായിരുന്നു ഇടവേളയ്ക്ക് ശേഷം ഖമനേയി പൊതുവേദിയിൽ എത്തിയത്. ചടങ്ങിൽ ഖമനേയി എന്താണ് പറഞ്ഞതെന്ന് പുറത്തു വന്നിട്ടില്ല. ചെറുത്തുനിൽപ്പിന്റെയും പ്രതിരോധത്തിന്റെയും പ്രതീകമായ ദിനത്തിലെ പ്രത്യക്ഷപ്പെടൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനുമുള്ള സന്ദേശമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിനു മുൻപ് ജൂൺ ആദ്യവാരമാണ് ഏറ്റവും ഒടുവിൽ ഖമനേയി പൊതുപരിപാടിയിൽ പങ്കെടുത്തത്. സംഘർഷത്തിനിടെ ഖമനേയിയുടെ ഒളിയിടം തങ്ങൾക്കറിയാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പിന്നീട് ഭരണമാറ്റം തങ്ങളുടെ ലക്ഷ്യമല്ലെന്ന് തിരുത്തിയിരുന്നു. ഖമനേയിയെ വധിക്കാൻ പദ്ധതിയിട്ടിരുന്നെന്ന് പിന്നീട് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി വെളിപ്പെടുത്തിയിരുന്നു. സംഘർഷ സമയത്ത് ഭൂഗർഭ അറയിലായിരുന്നു ഖമനേയിയും കുടുംബവുമെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ. ആക്രമണം തുടങ്ങുന്നതിന് 2 ദിവസം മുൻപ് ഇറാനിയൻ പാർലമെന്റ് അംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇപ്പോഴാണ് ഖമനേയി പൊതുവേദിയിൽ എത്തുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് 24.